രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ റീൽസിലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറയാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാമിലെ 4 ടിപ്പ് ആൻഡ് ട്രിക്സിനെ പറ്റിയാണ്. ഇത് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിരിക്കും, അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ ഈ 4 ടിപ്പ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഒരു ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങളിലേക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളിലേക്ക് ശല്യമായി മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ അയക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണണം എന്നുമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നല്ല ക്വാളിറ്റിയുള്ള, നല്ല കാണാൻ കൊതിക്കുന്ന ഒരു മെസ്സേജാണ്, എന്നാൽ നിങ്ങൾക്ക് കാണേണ്ട എന്നുമുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ശല്യമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങൾ ആ മെസ്സേജ് റീഡ് ചെയ്താൽ അവർക്ക് നിങ്ങൾ ആ മെസ്സേജ് കണ്ടു എന്നത്, അതായത് വാട്സപ്പിലെ ബ്ലൂ ടിക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ചെയ്യും എന്ന് നമ്മൾ നോക്കാം. അതിനെ നിങ്ങൾ ഏത് ഫോളോവേഴ്സിൻ്റെ മെസ്സേജാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്, അതിൻ്റെ ഈ ഫോളോവേഴ്സിൻ്റെ പേജിൽ പോയതിന് ശേഷം നിങ്ങൾ ഒരു 3 ഡോട്ടിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് റെസ്ട്രൈക്ക് എന്നൊരു ഓപ്ഷൻ കാണാം മൂന്നാമതായിട്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് എനേബിൾ ആക്കിയതോടുകൂടെ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ്, അവർ ഇടുന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടാൽ അവർക്ക് നിങ്ങൾ കണ്ടു എന്നത് അറിയാൻ സാധിക്കുകയില്ല. അതാണ് ഒന്നാമത്തെ ടിപ്പ്. റീൽസിലുള്ള വീഡിയോസ് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. അതിന് റീൽസ് പോകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ആഡ് റീൽ ടു യുവർ സ്റ്റോറി എന്നത് ക്ലിക്ക് ചെയ്യുക. ചെറിയ ലോഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോസ് നിങ്ങൾ സൂം ചെയ്ത് ഏത് ഫ്രെയിമിലാണ് വേണ്ടത് ആ ഒരു ഫ്രെയിമിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡൗൺലോഡിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാം. അതിനൊന്ന് ക്ലിക്ക് ചെയ്തതോടുകൂടി ഈ റീൽസ് വീഡിയോസ് നമ്മുടെ ഗാലറിയിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം ചില ഇൻസ്റ്റഗ്രാം അവരുടെ നെയിം പല ഒരു സ്റ്റൈലിലായിരിക്കും എഴുതിയിട്ടുണ്ടാകുക. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒന്ന് കാണാം. അതിനെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറി ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവേണ്ടതാണ്. ഈ ഒരു പേജിലായിരിക്കും നിങ്ങൾ എത്തിപ്പെടുക. നിങ്ങൾക്ക് എന്താണ് എഴുതേണ്ടത് അതൊന്ന് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പല സ്റ്റൈലിലായിരിക്കും. പല സ്റ്റൈലിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലേതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു മൂന്നാമത്തെ ടിപ്പെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം കൊളാഷ് ലെറ്റർ. ഇത് അറിയുന്നവരും അറിയാത്തവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അതായത് വെച്ചാൽ നിങ്ങൾ ഒരു സ്റ്റോറി ഇടുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് അത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ഇമേജ്, അതൊരു സ്റ്റിക്കറിൻ്റെ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഒരു സെർച്ച് ബട്ടണിലേക്ക് പോകും. ആ സെർച്ചിൽ നിങ്ങൾ കൊളാഷ് ലെറ്റർ എന്ന് എഴുതിയാൽ A മുതൽ Z വരെ പല ആനിമേഷനിലും എഴുതുന്ന അക്ഷരങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം ടെക്നോളജി വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതോടുകൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ബെൽ ബട്ടൺ ഓളിൽ തന്നെ നിങ്ങൾ എനേബിൾ ആക്കാൻ മറക്കരുത്. അടുത്ത പുതിയ കണ്ടൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ആർക്കും ഷെയർ ചെയ്യാതെ പോകരുത്, എല്ലാവർക്കും ഷെയർ ചെയ്യുക.